ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു വീഡിയോയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. നമ്മളിന്ന് മതത്തിൻ്റെ പേരിലും അനാവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ തല്ലുകൂടുമ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്കൊന്ന് കാണിച്ചു തരുന്ന എനിക്കൊരാഗ്രഹം. നിങ്ങൾ കണ്ടിട്ടില്ല, ചിലർ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ മനുഷ്യന്റെ പേരാണ് ചാത്തപ്പേട്ടൻ. ദാറുസ്സലാം അറബിക് കോളേജിന്റെ അടുത്ത് ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം അവിടെയുള്ള അവസാന വർഷ വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് അവർക്കൊരു ചായ സൽക്കാരം കിട്ടും. ഇവിടെ മതങ്ങളില്ല, രാഷ്ട്രീയങ്ങളില്ല, ഒന്നുമില്ല. മനുഷ്യരെന്ന പരിഗണന കൊടുത്തുകൊണ്ട് മാത്രം ഇങ്ങനെയാവണം നമ്മുടെ നാട്. കറക്റ്റ് അല്ലേ? ഇങ്ങനെ ആവണ്ടേ നമ്മളെ നാട്? അവിടെ മതങ്ങളില്ല, രാഷ്ട്രീയങ്ങളില്ല, ഒന്നുമില്ല. ഒരു എന്താ പറയുക, അവിടെ അവിടെ പഠിച്ചിരുന്ന പിള്ളേർ പോവാണ്. അപ്പോൾ ലാസ്റ്റ് അവിടെ കട നടത്തിയിരുന്ന ചേട്ടൻ വിളിച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ഫുഡ് ആ ചേട്ടൻ്റെ കൈ കൊണ്ട് അവർക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ എത്രത്തോളം സ്നേഹബന്ധങ്ങൾ ഉണ്ടാവും എന്ന് ചോദിച്ചു. ആ കോളേജിലത്തെ ആ പിള്ളേരെ എങ്ങനെ സ്വന്തം മക്കളെ മാതിരിയല്ലേ കൊണ്ട് നടന്നിരുന്നത്. അവിടെ എനിക്ക് തോന്നുന്നൊരു അന്യമതക്കാര അങ്ങനൊന്നുമില്ല. എന്തൊരു ആ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞല്ലോ വളരെയധികം സന്തോഷം. ഇന്ന് അവിടെ അയാൾക്ക് വേണ്ടിയിട്ട് വെട്ടിക്കൊല്ലുന്നു, ഇവിടെ വേണ്ടിയിട്ട് വെട്ടിക്കൊള്ളുന്നു. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടല്ലോ, അതും ആ പിള്ളേർ അവിടെ ഇരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കണമെന്ന് കാണണം. എല്ലാവരും കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നു, കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു, നിലത്തിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം ആ ചേട്ടൻ ആ മക്കളെ പൊന്നു മക്കളെ മാതിരിയല്ലേ നോക്കിയാൽ. അവർ അന്യ സ്ഥലത്ത് നിന്ന് അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഇത്രയും സ്നേഹം പോലെ സ്വന്തം വാപ്പാൻ്റെ മാതിരി ആ അമ്മച്ചിയാണെങ്കിലും കൊണ്ട് നടക്കണുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ വളരെ എനിക്ക് ഇത്രയും കാലം ഞാൻ കുറേ വീഡിയോസ് ചെയ്തെങ്കിലും പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ സന്തോഷം തോന്നിയൊരു വീഡിയോസ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോസ് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് തോന്നിയ കാരണമാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ വീഡിയോസ്. കാരണം അത്ര അധികം എന്താ, ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് ഭക്ഷണം ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ ആ ചേട്ടനുണ്ട് ലാസ്റ്റ് ആ വിദ്യാർത്ഥികൾ പോവാണ്. ഇനി ആ ചേട്ടനെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ആ ഒരു സമയത്ത് ഒരു നേരത്തെ അന്നം സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അത് കൊടുക്കുന്നുണ്ടല്ലോ. എൻ്റെ പടച്ച റബ്ബേ, അതിനുള്ള കൂലി ആ ചേട്ടന് കിട്ടിയിരിക്കും. കാരണം അത്ര അധികം ആ ചേട്ടൻ ആ മക്കളെ സ്നേഹിച്ചിരുന്നു. കാരണം മറ്റുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അറ്റിങ്ങൾ പോവുകയാണ് മറ്റുള്ള വീടുകളിലേക്ക്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും.